വിചാരിച്ചത് എന്റെ കാഴ്ച പോയെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ വെള്ളം കോരി ഇറങ്ങി പടച്ചോനെ വിളിച്ച്, ഞാൻ വെള്ളം കോരി ഇറങ്ങി അലറി ഞാൻ വിളിച്ച്. അത്രത്തോളം ഞാൻ അനുഭവിച്ചു. ഇന്ന് വരെ ഇത്ര ഒരു വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ വേദന അനുഭവിച്ചിട്ട് ഇനി ഒരിക്കലും എനിക്ക് അത്രത്തോളം ഞാൻ ഒരു ഭ്രാന്തിയെ പോലെ കിടന്ന് അലറി. എന്റെ വേദന ഞാൻ ഇത്രയും അനുഭവിച്ചിട്ട് എന്റെ മുന്നിൽ കൂടെ വേലിഞ്ഞെളിഞ്ഞ് നടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് അനുഭവിക്കണം. കുറച്ച് സഹിച്ച് ജീവിച്ചെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചു. ഇത് റജിലയുടെ അമ്മയാണ്. അമ്മ, ഇതുപോലെ ഒരു ദുഷ്ടന്റെ കയ്യിലാണോ നിങ്ങൾ ഇവനെ ഏൽപ്പിച്ചത്? അന്ന് നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ദുഷ്ടനാന്ന് അറിഞ്ഞില്ല. എല്ലാവരും നാട്ടുകാരെല്ലാരും പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് കല്യാണം കഴിച്ചു കൊടുത്തത്. ഒരു ദുഷ്ടനാന്ന് പറയുന്നവനെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ലല്ലോ. ഇപ്പം മനസ്സിലായി, ഭൂലോക ദുഷ്ടനാന്ന് മനസ്സിലായി. ഇതേപോലെ ഒരു ദുഷ്ടൻ വേറെ ഇല്ല. ഇവന് ഏത് ഈ ദുർബന്ധവാദിയുടെ അടുത്ത് ആഭിചാര കേന്ദ്രത്തിലായി അവൻ പോകുന്നേ? അത് ഏറത്തൊരു സുലൈമാൻ എന്ന് പറഞ്ഞ ആളിന്റെ അടുത്ത്. വലിയ ദുർബന്ധവാദിയാണോ? നമുക്ക് അതിനെ പറ്റി അറിയത്തില്ല. പക്ഷെ അയാൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുമല്ലോ. അയാൾ സമ്മതിച്ചല്ലോ. കുഞ്ഞ് അനുഭവിച്ച ഒരു ഞാൻ പോയി കണ്ടതാ. പുള്ളി അടന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗമാണ് ഞാൻ പോയി കാണുന്നത്. എൻ്റെ ഹൃദയം പൊട്ടിയ നിമിഷം അത്. ഞാൻ ഇതുവരെ അത്രയും വേദനിച്ചിട്ടില്ല. എൻ്റെ കൊച്ചിനെ ഞാൻ പൊന്നുപോലെ വളർത്തി അവൻ്റെ കൈ കൊടുത്ത്. ആ ദുഷ്ട ഇങ്ങനെ അവന് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. അന്നേരം അവൻ നിങ്ങൾ എന്നെ അങ്ങ് വിടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു മോനോ അതിൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവന് അതിന് ശിക്ഷ അന്നേരം തന്നെ കൊടുത്തേനെ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അങ്ങനെ അവൻ ചെയ്തു. അന്നേരം അവൻ പറഞ്ഞ് പിന്നെ എൻ്റെ ഷർട്ടിൽ നിന്ന് വിടുന്നു. പക്ഷെ അന്നേരം വന്നിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമായിരുന്നു. ഞാൻ ആർദ്ര ഹോസ്പിറ്റലിൽ വെച്ചാ. അത് അവൻ അവിടെ വന്ന അവൻ കൊണ്ടുവന്നില്ല. അവന്റെ ചേട്ടനും അവന്റെ അനിയത്തിയും കൂടെ കൊണ്ടുവന്നു. അല്ല, അത് മറ്റൊരു വിളിച്ചു വരുത്തിയതായിരിക്കും. ഇത്ര സീരിയസ് ആയപ്പോൾ വിളിച്ചു വരുത്തിയതായിരിക്കും. അപ്പൊ ഡോക്ടർ പറഞ്ഞു വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ട് ചുരുങ്ങും, അകം കൊണ്ട് ചുരുങ്ങും, അതിനുള്ള സംവിധാനം ഇല്ല. അപ്പൊ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു പാരിപ്പള്ളി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ എഴുതിയാൽ മതി, റെഫർ ചെയ്താൽ മതി ഡോക്ടറെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ അങ്ങനെ ചെയ്തു. അത് അന്നേരം പോലീസ് വന്നില്ലല്ലോ. അന്നേരം പോലീസ് ഡോക്ടറാ അപ്പൊ അവര് മെസ്സേജ് കൊടുത്തത് പോവാൻ. പോലീസ് എന്നിട്ട് എന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയതാ. പ്രധാനപ്പെട്ടവർ വരാൻ പറഞ്ഞപ്പോൾ ഞാനേ അന്നേരം ഉള്ളായിരുന്നു. അന്നേരം തന്നെ കുഞ്ഞിനെ ഇഞ്ഞു കൊണ്ടുപോയി, മിഷനി കൊണ്ടുപോയി. കെട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ വളരെ നല്ല 5 നേരം നമസ്കരിക്കുന്നത്, വെള്ളം അടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, മുറുക്കം നമ്മൾ അതാണ് നോക്കിയത്. അതിന്റെ സൗന്ദര്യം മറ്റുള്ള അല്ലെങ്കിൽ സമ്പത്തോ അങ്ങനെ നോക്കിയല്ല. നമുക്ക് വേറെ നല്ല കുടുംബത്തിൽ കെട്ടിച്ചു വിടാനുള്ള ആസ്തി അന്നുണ്ടായിരുന്നു, ഇന്നില്ല, അന്നുണ്ടായിരുന്നു. കാരണം കുട്ടിയുടെ വാപ്പ ഗൾഫിൽ അബുദാബി മുനിസിപ്പാലിറ്റി ജോലി ചെയ്ത എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം അന്ന് പൈസ ഉള്ള സമയത്തായി കൊച്ചിനെ കെട്ടിക്കുന്നത്. പക്ഷെ അന്ന് ഇതിന് സ്ത്രീധനം അങ്ങനെയുള്ളതൊന്നും കൊടുത്തിട്ടില്ല, സ്വർണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ സ്വർണ്ണമൊന്നും ഇപ്പൊ നിലവിലില്ല. കുട്ടിയുടെ കാര്യത്തിൽ ഒരു സ്വർണ്ണം കൊടുത്തിട്ടില്ല, തിരിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം അവൻ തന്നെ എടുത്ത് വിട്ടിട്ട് അവൻ തന്നെ അവന്റെ പേരിൽ 5 സെന്റ് വസ്തു മേടിച്ചിട്ടുണ്ട്. ഈ കൊച്ചിന്റെ പേര് പോലും അതിനകത്ത് എഴുതിയിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഈ പറഞ്ഞ കണക്ക് പണ്ടത്തെ ഇങ്ങനെയുള്ളതിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് തന്നെ നമ്മൾ ഈയിടയ്ക്ക് അറിയുന്നത്. അല്ല, ഞാൻ ഈ വന്ന കാലഘട്ടത്തില് ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല, തട്ടിപ്പാണെന്നുള്ള എല്ലാ തെളിവുമാണ്. എന്നിട്ട് ഈ കാര്യത്തിലേക്ക് ഇവൻ വിശ്വസിക്കുന്ന ആളാണ്. അതാണ്. അവൻ മാത്രമല്ല, അവന്റെ കൂടെ ഉള്ളവരും ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും. അവരുടെ കുടുംബക്കാർ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും. ഈ കൊച്ചെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള ആളാണെന്നാണ് പറഞ്ഞിട്ടുണ്ട്? ഇല്ല, എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിത് അറിയുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം അറിയുന്നത്. ഞാനൊരു സംഭവം നടന്നതായിട്ട് അവൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയത്തില്ല. ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ചോദിക്കാനോ നിങ്ങൾ ചെന്നാലോ എന്നുള്ള ആ പേടി ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് സഹിച്ച് ക്ഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, മുൻപ് ഈ സംഭവം ഇപ്പോഴാണ് നടക്കുന്നത്. മുൻകാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ പള്ളിയിലൊന്നും പോകുക, അങ്ങനെ ഇത് പുസ്തകം കാണാൻ പോകുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നേരത്തെയൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 3 പ്രാവശ്യം ഇത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളതാണ്. 3 പ്രാവശ്യം ചടയമംഗലം പോലീസ് സ്റ്റേഷൻ കേസുണ്ട്. വനിതാ സെല്ലിൽ കേസ് കൊടുത്ത് അവിടെയും കോംപ്രമൈസ് ചെയ്ത് വിട്ടതാണ്. ഇത് 4ാമത്തെ വട്ടമാണ്. ഇവിടുന്ന് പിന്നെ 3 വർഷത്തിന് മുമ്പ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചു, ഇവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജമാഅത്തിൽ നിന്ന് ആളൊക്കെ വന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞാണ് ഇവരെ കൂട്ടി കൊണ്ടുപോകുന്നത്. തിളച്ച ഈ മീൻകറി എടുത്ത് ഒഴിക്കുന്ന മുമ്പ് എന്താ നമ്മളോട് പറഞ്ഞത്? എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചായിരുന്നു. അതിനെപ്പറ്റി അങ്ങനെ കളിയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ കുത്തി പറയും. ഇങ്ങനെ ഓരോ സാഹചര്യം കിട്ടുമ്പോഴൊക്കെ കുത്തുവാക്കുകൾ പറയാറുണ്ട്. അപ്പോൾ അന്ന് പിന്നെ ഈ മീൻകറിയൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ ചിക്കൻ ബോക്സ് വന്ന് 2 ആഴ്ച കിടന്നായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പരിഹസിച്ച് സംസാരിച്ചപ്പോൾ
ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് എന്നെ തളർത്തിയിട്ടേക്ക് വന്നല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. അതിന് ഈ ചിക്കൻ ബോക്സ് വരുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു എന്നെ ഇങ്ങനെ കസേരയിൽ മുടി ഒഴിച്ചിട്ടിരിക്ക് എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് പിടിയാനെന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു സാധനമൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആ സുലൈമാൻ എന്ന് പറഞ്ഞ ഉസ്താദ് തകിടും ഇതൊക്കെ കൊടുക്കുന്നതെന്നാ പറയുന്നേ. അതായിരിക്കാം, ഞാൻ എന്നെ കാണിച്ചില്ല. തകിട അയാൾ കൊടുക്കുന്നത്, തകിടും ഇതൊക്കെ കൊടുക്കും. അന്നേരം അത് തലക്കൊഴിയാൻ പറഞ്ഞപ്പോ ഞാൻ ഇരുന്ന് കൊടുത്തില്ല. അപ്പൊ അന്ന് മുതലേ എന്റെ അടുത്ത് മിണ്ടുന്നില്ലായിരുന്നു. പ്രധാന കാര്യം അന്ന് ഇതിനെപ്പറ്റി രാവിലെ അന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് പിന്നെ രാവിലെ നല്ല സന്തോഷത്തോടൊക്കെ ഇരുന്നേ. പിന്നെ ഞാൻ മീൻകറി അടുപ്പിൽ ഇരിക്കുക, ഗ്യാസ് അടുപ്പിൽ ഇരിക്കുമായിരുന്നു, ഉരുളിക്കകത്തായിരുന്നു. അപ്പോഴ് പിന്നെ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പഴയ കണക്കൊന്നും അല്ലല്ലേ, ചിക്കൻ ബോക്സ് ഒക്കെ വന്നപ്പോൾ എല്ലായിടം പാടായിട്ടൊക്കെ ഇരിക്കുക എന്നുള്ള രീതിയിൽ പരിഹസിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 2-3 ആഴ്ച കൊണ്ട് എന്നെ തളർത്തിയിട്ടേക്കും, അതിനൊക്കെ ഇരിക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും മിണ്ടാത്തതും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും ഇങ്ങനെ പറയുന്നതും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. കൂടാത്തം ചെയ്തതിന് ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ മീൻകറി തട്ടി എൻ്റെ മുഖത്തേക്ക് ഇറങ്ങി. എൻ്റെ മുഖം ലക്ഷ്യമാക്കി തന്നെ ഇറങ്ങിയതാ. അതുപോലെ നിൽക്കുമായിരുന്നു മൂലയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് കറി എടുത്ത് ഒഴിച്ച് തട്ടി തെറിപ്പിച്ചെന്ന് അല്ലാതെ നമ്മൾ തട്ടി തെറിപ്പിച്ചല്ല മോളെ. ശരിക്കും അവൻ ബോധപൂർവ്വം നിന്റെ മുഖം വികൃതമാക്കുക. ഏതൊരു പൊടിക്കുഞ്ഞ് 3 വയസ്സുള്ളൊരു പൊടിക്കുഞ്ഞിന് പോലും അറിയാം അത് നമ്മുടെ ശരീരത്ത് വീണ അങ്ങനെ കൊച്ചു പിള്ളേർ പോലും അങ്ങനെ തൊടത്തില്ലല്ലോ. അപ്പൊ ഇത്ര വയസ്സുള്ള ഒരാൾക്ക് അറിയത്തില്ലേ? അപ്പുറത്തോട്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വാഷ് ബേസും അവിടെ ചിമ്മിനിയും കാര്യങ്ങളും അത് അങ്ങോട്ട് അറിയാമായിരുന്നു. ഇടത് കൈവശം അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചു. അവന്റെ ഇങ്ങനത്തിന് അഭിചാരകർമ്മത്തിന് മുടി അടിച്ചിട്ട് കസേരയിരിക്കണം. അവൻ കൊണ്ട് തകടും ഏലസും ഒക്കെ ഉഴിയുന്നതിന് വേണ്ടി നിന്നു കൊടുത്തില്ല. അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു, സന്തോഷമായി. ഇത്രയും ഞാൻ അനുഭവിച്ചതിന്റെ വേദന അവനും അറിയണം. നീതി കിട്ടാൻ പാടില്ല. 16 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ആരെടുത്തും അങ്ങനെ പറഞ്ഞിട്ട് നടന്നിട്ടൊന്നുമില്ല. പുറത്ത് നല്ല സന്തോഷമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പലവട്ടം പിണങ്ങി വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അത് പോയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, നമ്മുടെ വീട്ടിലെ വാപ്പാക്കൊന്ന് വയ്യാത്തത് കൊണ്ടും ഉമ്മച്ചിക്ക് വിഷമമായത് കൊണ്ടും അങ്ങനെയൊക്കെ പോയതാ. 7 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന് ചികിത്സിച്ചാണ് ഒരു മോനെ. എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതിനും എൻ്റെ സ്വർണ്ണമൊക്കെ കൊടുത്ത് ഞാൻ സഹായിച്ചിട്ടും ഒക്കെ ഉണ്ട്. പിരിഞ്ഞു വരാൻ എനിക്ക് ഇഷ്ടംപോലെ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കുറച്ച് സഹിച്ച് ജീവിച്ചെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചില്ല. ഓരോ വിട്ടവും ഓരോ കാര്യങ്ങളും നന്നാവും, നമ്മള് പടച്ചവനോട് പ്രാർത്ഥിക്കും, നന്നാവും എന്നുള്ളൊരു ഇത് വെച്ച് പോയി. എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ വേറൊരാളെ കൊണ്ട് വാപ്പാന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ സഹിച്ചു പോയത്. ആ ഒരു കുഞ്ഞാവുമ്പോൾ അതിന് 2 പേരുടെ സ്നേഹം വേണമല്ലോ, ഒരാളുടെ സ്നേഹം മാത്രമല്ല വേണ്ടത്. അതുകൊണ്ട് ഞാൻ സഹിച്ചു പോയി. സഹിച്ചു പോയിട്ട് എനിക്ക് കിട്ടിയത് ഇതൊക്കെയാ. എനിക്ക് നീതി വേണം, നീ എനിക്ക് വേണ്ട, നീ എനിക്ക് എന്റെ കാര്യം നോക്കി എന്റെ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണം. ചൂടോളം വീണാലോ എന്തറിയാലോ. അന്നേരം ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയൂ. പുറത്തുനിന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. എന്റെ മുഖത്ത് അറിഞ്ഞപ്പോഴുള്ള എന്റെ ആ പിടച്ചിലും ഞാൻ വിചാരിച്ചത് എന്റെ കാഴ്ച പോയെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ വെള്ളം കോരി ഇറങ്ങി പടച്ചവനെ വിളിച്ച്, ഞാൻ വെള്ളം കോരി ഇറങ്ങി അലറി ഞാൻ വിളിച്ച്. അത്രത്തോളം ഞാൻ അനുഭവിച്ചു. ഇന്ന് വരെ ഇത്ര ഒരു വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ വേദന അനുഭവിച്ചിട്ട് ഇനി ഒരിക്കലും എനിക്ക് അവനെ വേണ്ട. എന്റെ കുഞ്ഞാൻ കറിഞ്ഞ് അപ്പുറത്ത് വീട്ടിൽ പോയി അവിടെ എന്നെ വിളിച്ചോണ്ട് വന്നത്. എന്റെ അലറക്കം കേട്ട് എല്ലാരും വന്നതാ. അത്രത്തോളം ഞാൻ ഒരു ഭ്രാന്തിയെ പോലെ കിടന്ന് അലറി. എന്റെ വേദന ഞാൻ ഇത്രയും അനുഭവിച്ചിട്ട് എന്റെ മുന്നിൽ കൂടെ വേലിഞ്ഞെളിഞ്ഞ് നടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് അനുഭവിക്കണം. എനിക്ക് നീതി വേണം. 16 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു, ഒരുപാട് അനുഭവിച്ചു, ഞാൻ ക്ഷമിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് അന്ന് അനുഭവിച്ചത്.